Hey, Akhil. What happened? You're not with me. ഞാൻ ആരാന്നറിയുന്നുണ്ടോ? Yes. Yes. Lavanya. Yes, Lavanya. Look into my eyes and kiss me. So, നീ സാഹിത്യം ഇതുവരെ മറന്നിട്ടില്ല. No more Sahiti. I don't want any more relationship in my life. എന്തിനെങ്ങനെ ചിരിക്കുന്നേ? നിന്നോട് ചോദിച്ച കേട്ടില്ലേ? നീ സാഹിത്യം മുഴുവനായിട്ട് അങ്ങ് മറന്നിട്ടില്ല എന്നുള്ള കാര്യം നീ അറിയുന്നുണ്ടോ? നിന്നെ എന്നെ നോക്ക്, എന്റെ കണ്ണിലേക്ക് നോക്ക്. സാഹിത്യം ഇല്ല, ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കെന്റെ കണ്ണി നോക്കിയിട്ട് മനസ്സിലായില്ലേ? ആ നോക്ക്. ചേട്ടാ, എനിക്കൊരു പെണ്ണ് വേണം ചേട്ടാ. അപ്പൊ നീ വയസ്സറിയിച്ചു അല്ലേ? ഒരുത്ത സ്നേഹിക്കുന്ന പെണ്ണിനെ അവരെ കഷ്ടപ്പെടുത്തി ഈ ബോട്ടിലെടുത്തവന്റെ മണ്ടക്കിട്ടൊന്ന് കൊടുത്ത് ആ പെണ്ണിനെ പൊക്കിക്കൊണ്ട് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് ചേട്ടാ. പ്ലീസ്. അവരൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഓരോ മുഖത്തിലും ബാഡ് ടെൻഷൻ ഉണ്ടായിരുന്നു. സ്ട്രേഞ്ചേഴ്സ്, ബാഡ് ഇന്റൻഷൻസ് ലീഡ് ടു ഫൈറ്റ്. ഫൈറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ലവ്.
ഇപ്പൊ വഴക്കുണ്ടാക്കിയത്? ഹേ, എന്താ? ഞാൻ അവരുടെ കൂട്ടത്തിലുള്ളതാന്ന് വിചാരിച്ചോ? അവര് നല്ല മൂക്കറ്റ വെള്ളം അടിച്ചിട്ടുണ്ടാവും. നീ ഒന്ന് പോയി തൊട്ടതിന് അവരങ്ങ് താഴെ വീണതായിരിക്കും. കുറച്ചേരം ഒന്ന് സോ എങ്ങനെയോ ബാംഗ്ലൂർ പെണ്ണും ബാംഗ്ലൂർ പയ്യനും ഗോവയില് ഫ്രണ്ട്സ് ആയി. അത് ശരി, ഇനി എപ്പോഴാ കാണുന്നേ? പെട്ടെന്ന് കാണാം. ചതിക്കപ്പെട്ട നമുക്ക് രണ്ടുപേർക്കും ഏത് സമയത്ത് വേണേലും കാണാലോ. വെരി ഫണ്ണി. എനിവേസ്, ടേക്ക് കെയർ, ബൈ, സീ യു. അഖിൽ, I wanna give you a big hug. ഗോവയിൽ നിന്ന് ഫ്രണ്ട്സിനെ ഡ്രോപ്പ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വന്നു. അവിടെ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ്, ഷോക്കിംഗ്. എന്താണെന്നറിയില്ല. ഐ ഡോണ്ട് നോ. അഖിൽ, നീ വന്ന ഗേറ്റ് തുറക്കരുതെന്ന് പറഞ്ഞത് ഞാനായിരുന്നു. നീ ഒരാഴ്ച എവിടെയായിരുന്നു എന്ന് ചോദിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അത് പറയേണ്ട പ്രായമല്ല നിനക്ക്. കഴിഞ്ഞ 26 കൊല്ലം നീയായിട്ട് ജീവിച്ചിട്ടില്ല. ഇന്നെൻ്റെ സേവിങ്സ് ബ്രേക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ നീയാണ് ഉണ്ടാക്കിയത്. ഞാൻ പ്രതീക്ഷിച്ച ഒരു ക്വാളിറ്റിയും നിൻ്റെ അടുത്തില്ല. നിനക്ക് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വന്ന് ബിസിനസ്സിൽ എന്നെ സഹായിച്ച് എൻ്റെ പ്രഷർ കുറച്ച് കുറയ്ക്കുമെന്ന് കരുതി. പക്ഷേ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാക്കി നീ എൻ്റെ പ്രഷർ കൂട്ടുകയാണ്. 4 കൊല്ലമായിട്ട് ഈ കമ്പനിയിൽ നീ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ കളിപ്പിക്കുകയായിരുന്നു. ഞാൻ നിനക്ക് തന്ന സമയം തീർന്നിരിക്കുന്നു. സോ ഇനി നിൻ്റെ ജീവിതം നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നിനക്ക് ജീവിക്കാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. ഒരു കാര്യം കൂടി നീ അറിഞ്ഞിരിക്കണം. നിൻ്റെ കയ്യിൽ പേഴ്സ് ഉണ്ടാവാം, പക്ഷെ അതിൽ പണമുണ്ടാവില്ല. ATM കാർഡ് ഉണ്ടാവാം, പക്ഷെ ബാലൻസ് ഉണ്ടാവില്ല. കാരണം നീ ആഗ്രഹിക്കുന്ന ലൈഫ് ലീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ വായിച്ചതിന് ശേഷം ആ കാറിൻ്റെ താക്കോൽ നീ വാച്ച്മാൻ്റെ അടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയാം. ഞാൻ UK എന്ന് വരുമ്പോൾ നീ വീട്ടിൽ ഉണ്ടാവില്ലെന്നുള്ള കാര്യവും എനിക്കറിയാം. പ്ലീസ് ഡു ഇറ്റ്. ഇതുപോലൊരു ജീവിതം എനിക്കുണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഒരു പേരാണ് സുമൻ, മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. സുമൻ, നീ ഉണ്ടടാ എനിക്ക്. മച്ചാനെ, നിന്നെ ഞാനിപ്പോ വിളിക്കാൻ ഇരുന്നേ ഉള്ളൂ. അപ്പോഴാണ് നീ വിളിച്ചത്. എന്താ? ഞാൻ, ഹർഷ, റീതു എല്ലാരും യുഎസിലേക്ക് പോകാൻ പോവാ. വിസ കിട്ടാൻ 15 ദിവസം വൈകുന്നാണ് വിചാരിച്ചത്. ഇന്നലെ തന്നെ കിട്ടിയെന്ന്. അത് വീട്ടിൽ പോയപ്പോഴാണ് മനസ്സിലായത്. എനിക്കറിയാകില്ലേ ഇതറിഞ്ഞാൽ നീ എത്രത്തോളം സന്തോഷിക്കുന്ന കാര്യം അല്ലേടാ. അതുപോലെ നീ എന്തോ കാര്യം പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്താണത്? എന്താന്ന് പറയണ? ഒന്നുമില്ലടാ, എല്ലാവരും വീട്ടിലേക്ക് സേഫായി എത്തിയെന്ന് അറിയണമെന്ന് തോന്നി. എടാ, ഞങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടല്ലോ നിനക്ക്. മച്ചു. ബൈ.